അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി എഗ് പഫ്സ് ആണ്. ഓവൻ ഇല്ലാതെ നമുക്ക് ഇഡലി പാത്രത്തിൽ എങ്ങനെ ഒരു എഗ് പഫ്സ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആസിഫാക്കി ഫൺവെൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 1 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. 250 ml ഒരു കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. വീറ്റ് ഫ്ലോറും ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക്. അതിനുശേഷം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ, അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഓരോ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓരോന്നായിട്ട് എല്ലാം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കണം. അല്പം മൈദപ്പൊടി വിതറിയിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുന്ന സമയത്ത് അല്പം തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ തിക്കായിട്ട് തന്നെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി പരത്തിയെടുക്കാം. നമുക്ക് ഒരു ചപ്പാത്തി എടുത്ത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് അതിന്റെ മേലെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇച്ചിരി മൈദപ്പൊടിയും കൂടി അതിൽ വിതറി കൊടുക്കണം. മൈദപ്പൊടി വിതറി കൊടുത്തതിന് ശേഷം വീണ്ടും അടുത്ത ചപ്പാത്തി അതിന്റെ മേലായിട്ട് വെച്ചിട്ട് ഇതുപോലെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ മൈദപ്പൊടിയും വിതറി കൊടുത്ത് അങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് എല്ലാം കൂടി ഒന്ന് പരത്തിയെടുക്കണം. എല്ലാ സൈഡും ഒരുപോലെ വരത്തക്ക രീതിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. കഴിയുന്നതും ഒരേപോലെ പരത്തിയെടുക്കാൻ ശ്രമിക്കുക. സ്ക്വയറിൽ പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കുക. ഞാനത് സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഇവിടെ 9 എണ്ണം വീതം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം
നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. സ്ക്വയർ ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. കണ്ടോ? അപ്പോൾ എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഈ കട്ടിയിലാണ് വരുന്നത്. ഇങ്ങനെയാണ് വരിക. ഓരോ ലെയറും ഇങ്ങനെയാണ് വരുന്നത്. ഇത്ര കട്ടിയിൽ വേണം വരിക. അപ്പോൾ ഇങ്ങനെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഇതിന്റെ ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പച്ചമുളക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളർ ഒന്ന് ചേഞ്ചായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും സവാള എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സവാള നല്ലതുപോലെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതിനുശേഷം 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ? നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമുക്ക് മസാല നമ്മൾ കട്ട് ചെയ്ത് വെച്ച പോർഷനിൽ സെന്ററിലായിട്ട് വെച്ച് കൊടുക്കാം. വെച്ചെടുത്തതിന് ശേഷം നമ്മൾ ബോയിൽ ചെയ്ത എഗ്ഗ് ഹാഫ് ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇന്ന് ഞാനത് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ? നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്തെടുക്കണം. ചെയ്തതിന് മുന്നേറ്റ് നമുക്കൊന്ന് എഗ് വാഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു എഗ്ഗ് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ഇതിന്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പാല് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇങ്ങനെ ഓരോന്നിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇഡലി പാത്രത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് 10 മിനിറ്റ് അടച്ച് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്ത് എടുക്കുന്നതിന് പകരമാണ് ഇത് ചെയ്യുന്നത്.
അതിനുശേഷം ഞാൻ അതിലേക്ക് ഓരോന്നായിട്ട് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇഡലി തട്ടില്. അതിനുശേഷം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഡലി പാത്രത്തിനകത്തോട്ട് വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പം ഇഡലി തട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്ലേറ്റിൽ വെച്ച് അതിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്യാം. അതിനുശേഷം വീണ്ടും നോക്കിയതിനു ശേഷം വീണ്ടും മറച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇഡലി പാത്രത്തിൽ കുറച്ച് സമയമെടുക്കും ബേക്കാക്കി എടുക്കാനായിട്ട് ഓവനിലേക്കാട്ടിലും. അപ്പം ഇങ്ങനെയാണിത് തയ്യാറാക്കി എടുക്കുന്നത്. കണ്ടോ, തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് പാൻ വെച്ചിട്ടൊന്ന് മുരിച്ചെടുക്കാം. ജസ്റ്റ് അതിൻ്റെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇവിടെ എഗ് പഫ്സ് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.